നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺമക്കളുള്ള അമ്മമാർ ആ പെൺമക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എന്നാലും 100ൽ നമ്മൾ ഒന്നോ രണ്ടോ പേരൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന കുടുംബങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കുടുംബങ്ങളിലെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അവനവൻ്റെ സ്വന്തം കുടുംബം പോലെ നോക്കി നടന്നു കൊണ്ടുപോകുന്ന പെൺകുട്ടികളായിരിക്കും കേട്ടോ. അങ്ങനെ പോകുന്നവരെ കൂടി വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചില അമ്മമാരുണ്ട്. ഇനി അല്ല, അങ്ങനെയല്ലാത്ത രീതിയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ മക്കളേനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ആ കുടുംബം ശിഥിലമാക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും രസം എന്താണെന്നറിയോ, ഇങ്ങനെ അവനവൻ്റെ പെൺമക്കളെ കൊണ്ട് ഒരു കുടുംബം ശിഥിലമാക്കുക അല്ലെങ്കിൽ ആ കുടുംബത്തെ സമാധാനം കളയുന്ന അമ്മമാർക്ക് അവർക്ക് ആൺമക്കളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ നല്ല മരുമക്കളെ കിട്ടാനായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്ന കുട്ടികളെ കിട്ടാനായിട്ടും മര്യാദയോടുകൂടി പെരുമാറുന്ന കുട്ടികളെ കിട്ടാനായിട്ടും ഭാഗ്യം ഉണ്ടാവും കേട്ടോ. അല്ലാതെ നമ്മൾ എത്ര നല്ലതുപോലെ സ്നേഹിച്ച് സ്വന്തം അമ്മയെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വന്ന മകളെ പോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന അമ്മായിമാണെങ്കിൽ പോലും ആ കുടുംബത്ത് ചിലപ്പോൾ സമാധാനം സ്വസ്ഥതയും ഉണ്ടാവില്ല അല്ലേ. അതിന് കാരണക്കാരി ഒരു കണക്കിന് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെയായിരിക്കും കേട്ടോ. വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ നമുക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടാവും അല്ലേ. നമ്മുടെ മകളേനെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിലുള്ളവർ അവരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അമ്മായിയമ്മ പോരുണ്ടോ, നാത്തൂൻ പോരുണ്ടോ, അല്ലെങ്കിൽ അമ്മായച്ചൻ്റെ പോരുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപദ്രവമുണ്ടോ, ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് പേടി തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന സ്വർണം അവർ നശിപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് പേടി ഉണ്ടായിരിക്കും അല്ലേ. അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം പൂവൻപഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ട് ആ സംസാരത്തിൽ നമ്മളെ വീഴ്ത്തിക്കൊണ്ട് പോകുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചൂൾ നോക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എന്നാലും ആ രീതിയിൽ പെരുമാറുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബം നശിപ്പിക്കുന്ന അമ്മമാരുടെ കാര്യം പറയുന്നത്, അതായത് എന്ത് വിശേഷങ്ങൾ ഈ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടി എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും അവനവൻ്റെ അമ്മയോട് ഫോൺ ചെയ്ത് പറയുക. അപ്പോൾ അതിനെല്ലാം എതിരായിട്ടാണ് ആ അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, നീ അങ്ങനെ ചെയ്യരുത്, നീ വീട്ടിലെ പണികൾ ചെയ്യരുത്, നീ അവർ പറയുന്നതൊന്നും കേൾക്കരുത്, അല്ലെങ്കിൽ അവർ നേരം കറി ഇല്ല എന്നുണ്ടെങ്കിലും നീ അത് അങ്ങനെ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കറി വേണം നിർബന്ധം പിടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കും. അവനവൻ്റെ വീട്ടിൽ ചിലപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ടായിട്ടും ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. പക്ഷെ വന്ന വീട്ടിലിങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. മകൾ എന്ത് ചെയ്യും, എല്ലാ വിശേഷങ്ങളും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അമ്മയോട് വിളിച്ച് പറയും. സന്തോഷം കൊണ്ടാണ് പറയുന്നത് എൻ്റെ അമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ. അങ്ങനെ വിളിച്ച് പറയാത്ത മകളാണെങ്കിൽ പോലും ഇതുപോലുള്ള അമ്മമാർ ഛിദ്രം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മകളോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ഫോണിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ച് അങ്ങനെ. അപ്പോൾ ഈ പെൺകുട്ടി വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല. വീട്ടിലേക്ക് നമുക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മായിയമ്മയെ സഹായിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഒന്നടിച്ച് വാരാനോ വീട് വൃത്തിയാക്കാനോ ഒന്നും സഹായിക്കില്ല. അപ്പോൾ ഇതൊക്കെ വിളിച്ചു കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അമ്മയ്ക്ക് മകളോട് ഒരു വീട് ചിട്ടയായിട്ട് കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. പക്ഷേ ആ കുടുംബം എങ്ങനെ ശിഥിലമാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് അമ്മ ഉത്സാഹിക്കുന്നത്. അപ്പോൾ ഭർത്താവും മകളും കൂടി എവിടേക്കെങ്കിലും ടൂറ് പോവുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇന്ന മാതിരി ഉണ്ടായി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ മേടിച്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശമ്പളം കിട്ടുന്നത് മുഴുവൻ ചിലവാക്കിക്കോ, നിങ്ങൾക്ക് ജീവിക്കൊന്നും വേണ്ട, അവനൊരു പൊട്ടനാണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അപ്പം നീയാണത് മനസ്സിലാക്കേണ്ടത്, നിൻ്റെ കല്യാണം കഴിഞ്ഞു, നിനക്ക് നീ ഭാവിയിൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കേണ്ടതാണ്, നിങ്ങൾക്കൊരു വീടും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പണം ചിലവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ദൂർത്തടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുക, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ 1ഉം 2ഉം പ്രാവശ്യം പറയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും തന്നോട് എങ്ങനെ പെരുമാറുന്നതുകൊണ്ട് പെൺകുട്ടി ചിലപ്പോൾ പറയും അങ്ങനെയൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ പറയും നിനക്ക് ബുദ്ധിയില്ല, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം പറയുമ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ മനസ്സിലൊരു മാറ്റം വരും അല്ലേ. അതുപോലെ അവരൊരു ഫ്ലാറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങുക,
അപ്പോൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രതികൂലമായി പറഞ്ഞിട്ട് അതെല്ലാം തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള അമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ എന്തും ഈ അമ്മയുടെ ഇഷ്ടത്തിന് മാത്രമാണ് മകളുടെ ഭർത്താവ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മകളും ഭർത്താവും ചെയ്യാൻ പാടുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ടാണ് ഈ അമ്മ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർ പറയുമ്പോൾ നമുക്കറിയാം, മകളേനെയും മരുമകളേനെയും വേർതിരിച്ച് കാണുന്ന കൂട്ടത്തിലും കാണാം. അവൾക്ക് 8 മണിക്ക് നീട്ടാൽ മതി, ഭർത്താവ് ചായ അടക്കം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല, കുട്ടികളേനെ കുളിപ്പിച്ച് കൊടുക്കും, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് ഒരുക്കും, പാത്രത്തിൽ ചോറാക്കി കൊടുക്കും, ഇതെല്ലാം ചെയ്യും. അപ്പോൾ മകൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ മരുമകളുടെ കാര്യം അന്വേഷിച്ച് നോക്കി നോക്കൂ. അപ്പോൾ പറയും, അവൾക്കിപ്പോൾ ഇവിടെ എന്തിൻ്റെ കുറവാ, നേരം വെളിച്ചാൽ നമ്മളൊന്നും നീക്കില്ല, 8 മണിയാവും നീട്ട് വരാനായിട്ട്, എൻ്റെ മകനാ ചായ അടക്കം കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ മകൾക്കൊരു രീതി, മരുമകൾക്കൊരു രീതിയിൽ പെരുമാറുന്ന അമ്മായിയമ്മമാരാണ് ആ അമ്മമാർ കേട്ടോ. അപ്പോൾ എത്ര നല്ല മകളെ കല്യാണം കഴിച്ച് കൊടുത്ത വീട്ടിലെ അമ്മായിയമ്മ എത്ര നല്ലതായിരുന്നാലും, അല്ലെങ്കിൽ എങ്ങനെ മര്യാദപൂർവ്വം പെരുമാറിയാലും, മര്യാദയില്ലാത്ത രീതിയിൽ ഈ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൽ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ നീ ഒരു പണിയും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിൻ്റെ മുറിയിൽ കയറിയിരുന്നോ, നീ മുറിയിൽ ഇരുന്നാൽ മതി, മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട പറയും. അപ്പോൾ ഈ മകൾ അത് കേട്ടിട്ട് അതനുസരിച്ചിട്ട് പെരുമാറുക. അപ്പോൾ ആ കുടുംബത്ത് ഒരു എത്ര ആയാലും എങ്ങനെയൊക്കെ സ്നേഹത്തോട് കൂടി പെരുമാറുന്ന അമ്മായിയമ്മയാണെങ്കിൽ പോലും കുറേ കഴിയുമ്പോൾ ഒരു ദേഷ്യമൊക്കെ വരും. കാരണം നമുക്ക് വയ്യാതെ ആവുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു പനി പിടിച്ച് നമ്മൾ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഈ മരുമകൾ എഴുന്നേറ്റ് കാര്യങ്ങൾ നോക്കണില്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തൊരു കാര്യം നോക്കിയില്ല വെച്ചാൽ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അല്ലേ. അതുപോലെ എവിടേക്കെങ്കിലും പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അമ്മയോട് എന്തിനാ പറയേണ്ട ആവശ്യം, അമ്മയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നീയും നിൻ്റെ ഭർത്താവും കൂടി പുറത്തേക്ക് പോകണതിനിപ്പോൾ എന്തിനാ നീ അമ്മയോട് പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് മകളോട് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ മകൾ ചിന്തിച്ചാൽ മതി, എൻ്റെ വീട്ടിലേക്കാൾ സുഖ സൗകര്യത്തിൽ എന്നെ ഇവിടെ നോക്കുന്നത് ഈ അമ്മയാണ്, ഞാൻ ഇവിടെയാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്, അപ്പോൾ ഈ അമ്മയോട് പറയാതെ ഞാൻ പുറത്ത് പോകുന്നത് ശരിയല്ല എന്ന് മകൾ ചിന്തിച്ചാൽ മതി. പക്ഷെ മകൾക്ക് അത് ചിന്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിയില്ല. അമ്മ പറയുന്നത് എന്തോ അത് മകൾ കേൾക്കുകയാണ്, മകൾ അനുസരിക്കുകയാണ്. അപ്പോൾ ദിവസത്തിൽ മണിക്കൂറുകളോളം വിളിച്ചിട്ട് അമ്മ ഫോൺ വിളിച്ച് സംസാരിക്കും. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണതിപ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല, മകൾക്കല്ലേ അറിയുള്ളൂ. മകളത് കേട്ടുകൊണ്ട് അതനുസരിച്ച് പെരുമാറുകയാണ്. അവസാനം ചിലപ്പോൾ ക്ഷമയുള്ളൊരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ക്ഷമിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് പറയും, ഞാൻ എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീ അത് വേണ്ട, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തുടക്കത്തിൽ നീ അത് സമ്മതിച്ചു, പിന്നെ നീ നിൻ്റെ അമ്മേനെ വിളിക്കുമ്പോഴാണ് ഇതിലൊക്കെ മാറ്റം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോ, എന്തിനാ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കണത്, നിൻ്റെ അമ്മ പറഞ്ഞ പോലെയല്ലേ നീ ജീവിക്കുന്നത്, അപ്പോൾ അവിടെ പോയി ജീവിച്ചോ എന്ന് പറയും. അങ്ങനെ തൻ്റെ ആയിട്ടുള്ളൊരു ഭർത്താവ് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജീവിതം നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മാറ്റം വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തും അമ്മ പറഞ്ഞത് കേട്ടതനുസരിച്ചിട്ട് അവസാനം ഭർത്താവിനെയും, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട് ഉപേക്ഷിച്ച് ഇറങ്ങേണ്ട ഒരു കാര്യത്തിലേക്ക് ആ കുട്ടിക്ക് കിടക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. അതുപോലെ വിവാഹം ചെയ്തു കൊടുത്ത പെൺകുട്ടീനെ അതായത് മരുമകൻ്റെ വീട്ടിലേക്ക് ആ അമ്മ വന്നു കഴിഞ്ഞാൽ മരുമകൻ്റെ വീട്ടിലെ മറ്റുള്ളവരായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരോടൊന്നും മിണ്ടുകയോ ഒന്നും ചെയ്യില്ല. നേരെ മകളുടെ റൂമിലേക്ക് പോകും, വർത്തമാനം പറയും, പോകും. ചായ കുടിക്കാനോ അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലോ ഒന്നും നിൽക്കില്ല. അങ്ങനെ ചെയ്യുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവിടെ കുടുംബം ശിഥിലമാക്കുന്നത് ഈ അമ്മമാരാണ്, അതായത് പെൺകുട്ടികളുടെ അമ്മമാരാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ മകളേനെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായി മകൾ പോകുമ്പോൾ നമ്മൾ കൊടുത്തു വിടും അല്ലേ, അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരെന്ത് ചെയ്യും, അവർക്ക് കഴിക്കാൻ മാത്രം ഉണ്ടാക്കും, മകളും അവരും കഴിക്കും, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിടില്ല, സാധനങ്ങളൊന്നും കൊടുത്തു വിടില്ല. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും അവർക്ക് നല്ലതാണ് കേട്ടോ. പക്ഷെ അത് പുറത്ത് പറയില്ല, അവർക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഇനി എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ വീട്ടിലുണ്ടാക്കി അമ്മ വരുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന നേരെ മകളുടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കും. ആർക്കും കൊടുക്കണ്ട, അവർ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. ഇതൊന്നും നല്ല രീതിയല്ല അല്ലേ, നല്ല സ്വഭാവമല്ല. അവർക്ക് അവരുടെ മകൻ വിവാഹം ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അതിൻ്റേതായ മാനസിക വിഷമങ്ങൾ അറിയുക. പക്ഷേ അങ്ങനെ അനുഭവിക്കാൻ ദൈവം അങ്ങനെ ഒരു വിധി അവർക്ക് കൊടുക്കില്ല. കാരണം അങ്ങനെയുള്ള അമ്മമാർക്ക് നല്ല മര്യാദയോട് കൂടിയ മരുമക്കളെ കിട്ടാനായിട്ട് ഉള്ള യോഗമാണ് കാണുക. അപ്പോൾ ഇങ്ങനെ സ്വയം തൻ്റെ മകളുടെ വിവാഹ
ജീവിതം അല്ലെങ്കിൽ തങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിക്കുന്ന അമ്മമാരിങ്ങനെ ഒരുപാട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അമ്മമാർ മനസ്സിലാക്കണില്ല ജീവിതം നശിച്ചു പോകുന്നത് തൻ്റെ മകളുടെയാണെന്നുള്ളത്. ഈ മകൾക്കും അത് മനസ്സിലാവണില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ നമുക്ക് കൈവിട്ട് പോയി കഴിയുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കഴിയുന്നതും വിവാഹം കഴിഞ്ഞ മക്കളുടെ കാര്യത്തിൽ ഒരു പരിധി വരെ നമുക്ക് കൈകടത്തിയാൽ മതി. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, നമ്മൾ ഒരു പരിധി വരെ മാത്രമേ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ കേട്ടോ. അരുത് എന്ന് എപ്പോഴും അവരോട് നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും ഏതിനാന്ന് അവരുടെ കൂട്ടത്തിൽ നമ്മൾ പോകാൻ പാടില്ല. അവർ വിളിക്കും, പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറുക, പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ പോവുക, എന്നാൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്ത് പോകണ്ടേ, അങ്ങനെ പോവുക. അപ്പോൾ അവരെ അവരുടെ ജീവിതത്തിനായിട്ട് നമ്മൾ വിടുക. എപ്പോഴും നമ്മൾ പിന്നാലെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, വിളിക്കണമെന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മനസ്സുണ്ടായിട്ടാവില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അച്ഛനമ്മമാർ ഇടപെടുന്ന രീതി ഒരു പരിധി വരെ വേണ്ടുള്ളൂ, അതിനപ്പുറം വേണ്ട. അവരായി അവരുടെ പാടായി അവർ ജീവിക്കട്ടെ കേട്ടോ. കഴിയുന്നതും അവരൊറ്റയ്ക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കാച്ച ജീവിക്കട്ടെ. കുടുംബത്ത് നമുക്ക് എപ്പോഴും സ്നേഹവും സമാധാനവും സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് നല്ലത്. ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ലത്. കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ സ്വയം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അവർ ചിന്തിക്കുന്ന രീതിയിൽ പെരുമാറാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനും ശ്രമിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ കുടുംബത്തിൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എത്രയൊക്കെ മര്യാദ ഉള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ എന്താ ആയിക്കോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിലും പിന്നീട് ഒരു നിമിഷമെങ്കിലൊക്കെ പൊട്ടിത്തെറിക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തം പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരെ നമ്മൾ അതിൽ ഇടപെട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ജീവിതം നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകടത്തി കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കാര്യങ്ങൾ ഭർത്താവ് തീരുമാനിച്ചാലും മകളോട് പറയണം, അവന് വിവരമില്ല അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവൻ ചെയ്താൽ അത് ശരിയാവില്ല, ഞാൻ പറയുന്ന പോലെ നീ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അച്ഛനോട് പറയാം, അച്ഛൻ പറയുന്ന പോലെ നീ ചെയ്തോ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ബന്ധം നമ്മൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അമ്മമാരോട് ഇത്രേ പറയാനുള്ളൂ, തങ്ങളായിട്ട് തങ്ങളുടെ പെൺമക്കളുടെ ജീവിതം നശിപ്പിക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.